ഡോക്ടർ ജി വി ഹരി, 6 വർഷത്തിന് ശേഷം വീണ്ടും ശബരിമല യുവതീ പ്രവേശന വിഷയം സുപ്രീം കോടതിയുടെ പരിധിയിലേക്ക് വരികയാണ്. നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിംഗ് സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുകയാണ്. ഈ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, വാദങ്ങൾ എന്ന് തുടങ്ങും എന്നതടക്കമുള്ള വിഷയങ്ങൾ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ സർക്കാരിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമോ എന്നതാണ് വിശ്വാസി സമൂഹം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൊഴുക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ നിലപാടൊക്കെ നേതാക്കൾ പറയുകയുണ്ടായി. എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? 2018 രാജ്യത്തെ തന്നെ അയ്യപ്പ ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന ഒരു വിധിയാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാത്തത്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് ഈ തുല്യതയുടെ ലംഘനമാണെന്നുമുള്ള ഒരു ഉത്തരവ് അന്നത്തെ സർക്കാർ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അതിനനുകൂലമായി കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 5 അംഗ ബെഞ്ചിൽ ഒരു ജഡ്ജി ഇന്ദു മൽഹോത്ര ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല, അതൊരു സാമൂഹ്യപരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ആചാരങ്ങളിലും അതോടൊപ്പം തന്നെ ആളുകളുടെ വിശ്വാസങ്ങളിലും കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന ഒരു വിയോജനക്കുറിപ്പ് കൊണ്ടുവന്നിട്ട് 2018 വന്നിട്ടുള്ളത്. അത് കൂടുതൽ വഷളാക്കുന്നത് അന്നത്തെ 2018 വന്നിട്ടുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ത്രീകളെ ബലമായി കയറ്റാൻ, നമുക്കറിയാവുന്നതുപോലെ വിശ്വാസികളായിട്ടുള്ള ആളുകളാരും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളൊന്നും അവിടെ കയറാൻ താല്പര്യപ്പെടുന്നതല്ല. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ വിശ്വാസം അല്ലെങ്കിൽ അയ്യപ്പനോടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളും അവിടെ പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവിടെ സ്ത്രീകളെ കയറ്റിയതും. അത് കേരളത്തിൽ പിന്നീട് അങ്ങോട്ട് വലിയ ഒരു സാമൂഹ്യ വിഷയമായി മാറുകയും NSS അടക്കമുള്ള സാമൂഹ്യ സംഘടനകൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം മറ്റിതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അതിനകത്ത് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. പിന്നീട് 2019 ഇത് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 7 അംഗ ബെഞ്ചിലേക്ക് ഇതിപ്പോൾ പോയിരിക്കുകയാണ്. പക്ഷേ നിലവിൽ നാളെ വരാൻ പോകുന്ന വിധി അല്ലെങ്കിൽ നാളത്തെ സിറ്റിംഗ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സിറ്റിംഗാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിലവിൽ സർക്കാർ ഇതിന് അനുകൂലമായി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് ഇത് ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിൻ്റെ മാത്രമല്ല, അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകളും വിശ്വാസികളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും വന്നു പോകുന്ന ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളും വിശ്വസിക്കുന്നവർ മാത്രം അവിടെ വന്നു പോയാൽ മതിയെന്നാണ് ഞാൻ ഒരു അയ്യപ്പ വിശ്വാസി നടക്കം ഞാൻ വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് സെൻ്ററല്ല, അതൊരു സ്പിരിച്വൽ സെൻ്ററാണ്. അതുമാത്രമല്ല, ആ സ്പിരിച്വൽ സെൻ്ററിലേക്ക് പോകുന്നവർ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ നിലനിൽക്കുന്ന അവിടുത്തെ ഡയറ്റിയുടെ പ്രത്യേകത അനുസരിച്ച് നമുക്കറിയാവുന്നതുപോലെ നിത്യബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണ് അവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എത്രയോ വർഷക്കാലമായി അവിടുത്തെ ആചാരങ്ങളുടെയും അതിൻ്റെ രീതികൾക്കനുസരിച്ച് 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവിടെ ആരും പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ആ ഓർഡറൊന്നും സുപ്രീം കോടതി പിന്നീട് അത് റദ്ദ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആ ഓർഡർ നിലവിലുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യവും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ അതിനനുകൂലമായൊരു നിലപാട് എടുക്കാത്തിടത്തോളം കാലം നമുക്കറിയാം അത്തരത്തിലൊരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നാളത്തെ ഈ തീരുമാനത്തിനകത്ത് അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും സർക്കാർ കൊടുക്കുന്ന സ്റ്റേറ്റിൻ്റെ ഒരു ഹോൾഡ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സേ എന്താണെന്നുള്ളത് വളരെ പ്രധാനമായിട്ടും സുപ്രീം കോടതി പരിശോധിക്കും. അത് നിലവിൽ നമുക്ക് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്ക് അനുകൂലമല്ല.
അത് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ റിവ്യൂ പോവുകയും ഞങ്ങളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എവിടെയൊക്കെ പോകാൻ കഴിയുമോ അത് കോടതിയിൽ ആണെങ്കിൽ കോടതിയിൽ, അല്ലാതെ മറ്റേതെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അങ്ങനെ അതിൽ പോവുകയും അതിന് വിരുദ്ധമായിട്ടുള്ള അതിനെതിരായിട്ടുള്ള ഒരു സത്യവാങ്മൂലം ഇത് ശരിയല്ല, കാരണം എത്രയോ ലക്ഷക്കണക്കിനായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളെ ബാധിക്കുന്ന, അവരുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് അയ്യപ്പ വിശ്വാസികൾ എന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ അത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം മറ്റൊരുപാട് അമ്പലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. നമുക്കറിയാവുന്നതുപോലെ എല്ലാവരും മതവിശ്വാസികളാണ്, മതവിശ്വാസങ്ങളില്ലാത്തവരുമുണ്ട്, പക്ഷേ ഏറിയ പങ്കും മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ കോടതികൾ ഇങ്ങനെയുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. അതെല്ലാ മതത്തിൻ്റെ കാര്യത്തിനകത്തും അത് ഉണ്ടാകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഒരു അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്.